നമ്മൾ ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥകളാണ് നമ്മളുടെ ഫോണിൻ്റെ പാസ്വേഡ് നമ്മൾ മറന്നുപോയിട്ട് അത് കുറേ തവണ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ ഫോൺ ഡിസേബിൾ ആകുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങി, പക്ഷേ അതിൻ്റെ ആപ്പിൾ ID മറ്റൊരാളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്കായി, പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഫോൺ ആക്ടിവേഷൻ ലോക്കിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ IDയുടെ പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോവുക, അക്കൗണ്ട് ലോസ്റ്റ് ആകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആക്ടിവേഷൻ ലോക്കിലേക്ക് പോവുക. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം പാസ്വേഡ് നമ്മൾ മറന്നു പോകുക. നമ്മുടെ ഐഫോണിനകത്തുള്ള ഒരു ഫീച്ചറാണ് സ്ക്രീൻ ടൈം. അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മൾ മറന്നുപോയാൽ നമുക്ക് ഇതൊക്കെ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് വണ്ടർഷെയറിൻ്റെ സ്ക്രീൻ അൺലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതാണ് വണ്ടർഷെയറിൻ്റെ ഈ ഒരു സൈറ്റ്. അതിൽ നമുക്ക് കാണാം അതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ പാസ്വേഡ്, ഫേസ് ID, ടച്ച് ID ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ആക്ടിവേഷൻ ലോക്ക്, ആപ്പിൾ ID അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. റിമൂവ് അല്ല, ആക്ച്വലി അത് ബൈപ്പാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ബോത്ത് വിൻഡോസിനും മാക്കിനും ഒരേപോലെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അത് ബൈ നൗ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ തന്നെയാണ്, അതാദ്യം തന്നെ ഞാൻ പറയാം. ഇതിനകത്ത് ടൈപ്പ് ഓഫ് സ്ക്രീൻ ലോക്ക് നമുക്ക് 4 digit, 6 digit, ടച്ച് ID, ഫേസ് ID, സ്ക്രീൻ ടൈം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവേഷൻ ലോക്ക്, ആപ്പിൾ IDയുടെ ആക്ടിവേഷൻ ലോക്കിൻ്റെ കാര്യം പറയുമ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യണം. നമ്മളുടെ ഡിവൈസ് നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആക്ടിവേഷൻ ലോക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ജെയിൽ ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റിയും ബൈപ്പാസ് ചെയ്യുന്നതിനെ പറ്റിയും ഓൾറെഡി നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കണ്ടാൽ മതി. അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ആപ്പിൾ ID അൺലോക്ക് ചെയ്യാനാണ്. അതേപോലെ തന്നെ നമ്മൾ ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിൾ ഡിവൈസുകൾക്കെല്ലാം ഒരു റിമോട്ട് മാനേജ്മെൻറ്റ് ലോക്ക് കാണും. അപ്പോൾ ഇതുപോലുള്ള ലോക്കുകൾ റിമൂവ് ചെയ്യാനും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. വൺസ് അത് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. അതിൽ സ്ക്രീൻ അൺലോക്ക് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ പോപ്പപ്പ് ആവും. അതിൽ നമുക്ക് ആദ്യം ആൻഡ്രോയിഡിൻ്റെ കാണാം. ആൻഡ്രോയിഡിൻ്റെ സ്ക്രീൻ പാസ്വേഡ് അൺലോക്ക് ചെയ്യാൻ iOS, ആപ്പിൾ ID, MDM, അതുപോലെ തന്നെ സ്ക്രീൻ ടൈം, ഇത്രയും ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്ക്രീൻ ടൈമിൻ്റെ പാസ്വേഡാണ്. അപ്പം ഐഫോണിൻ്റെ സ്ക്രീനാണ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ടൈം, ഇവിടെ സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പാസ്വേഡ് ഞാനിപ്പം റിമൂവ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഫെയിൽ ആവുകയാണ്. ഞാനിവിടെ 5 അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈം പാസ്വേഡ് നമുക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ അക്കൗണ്ടിൽ പോയിട്ട് നമ്മളെ ഫൈൻ മൈ നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഇതുപോലെ തന്നെ ഫൈൻ മൈ നമ്മൾ ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസേബിൾ ചെയ്യുക. ആപ്പിൾ ID എൻ്റർ ചെയ്താൽ നമുക്ക് ഫൈൻ മൈ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ കണക്റ്റ് ആവും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫൈൻ മൈ നമ്മൾ ഡിസേബിൾ ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അൺലോക്ക് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ iPhone 7 ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ DFU മോഡിലേക്ക് ആക്കേണ്ടത് അല്ലെങ്കിൽ റിക്കവറി മോഡിലേക്ക് ആക്കണം. ഇതൊന്ന് ചെയ്യണമെങ്കിൽ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ റിക്കവറി മോഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൺ സ്ക്രീൻ പ്രോസസ്സുകൾ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. പവർ ബട്ടണും വോളിയം റോക്കർ ഡൗൺ ബട്ടണും കൂടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക 10 സെക്കൻഡോളം. അതിനുശേഷം പവർ ബട്ടൺ റിലീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി റിക്കവറി മോഡിലേക്ക് പോകും. നിങ്ങൾക്ക് കാണാം നമ്മളെ റിക്കവറി മോഡിലേക്കായി. റിക്കവറി മോഡിലാകുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ സിസ്റ്റം വേർഷൻ 5.3.1 ആണ്. അപ്പം ഇവിടെ നമ്മളെ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യണം. അതായത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇത് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ മുഴുവനും പോവും. ഇത് തന്നെയാണ് നമ്മൾ iTunesലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഓൾറെഡി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ iOS 15.3.1 IPSW ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അൺലോക്ക് കൊടുത്ത് കഴിയുമ്പം നമ്മളിവിടെ ടൈപ്പ് ഇൻ 00000 കൊടുത്തു കഴിയുമ്പം നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ആവും. നമ്മളത് ചെയ്തതിന് ശേഷം വീഡിയോയിലേക്ക് തിരിച്ചു വരാം. വൺസ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം സെറ്റിങ്സിൽ പോവുക. സ്ക്രീൻ ടൈമിൻ്റെ ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം ഓഫ് ആയെന്ന് കാണാൻ സാധിക്കും. സ്ക്രീൻ ടൈം ഇവിടെ ഇല്ല, കംപ്ലീറ്റ്ലി ആ പാസ്വേഡ് എല്ലാം റിമൂവ് ചെയ്ത് സ്ക്രീൻ ടൈം തന്നെ ക്ലോസ് ചെയ്തെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്രീൻ അൺലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് കൊടുത്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പോയി അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.